തമിഴിൽ വളരെ പ്രസിദ്ധമായ ഒരു സിനിമയുണ്ട്, ചിന്നത്തമ്പി. തമിഴ്നാട്ടിലെ സുകുമാരി എന്നറിയപ്പെടുന്ന ഹാസ്യ നടി നായിക നടിയായിട്ടൊക്കെ അഭിനയിച്ചിരുന്നു. പിന്നെ അവരുടെ മകനായി പ്രഭു വരുന്നുണ്ട്. ആ സ്ത്രീയെ പ്രഭുവിന്റെ മുന്നിൽ വെച്ച് ആ സ്ത്രീയുടെ മാംഗല്യപ്പൊട്ട് അഴിച്ചുകളയുകയും താലി പൊട്ടിച്ചെറിയുകയൊക്കെ ചെയ്യുന്ന അതിവൈകാരികമായ രംഗങ്ങൾ ആ സിനിമയിലുണ്ട്. ആ രംഗം നടക്കുമ്പോൾ തമിഴ്നാട്ടിലെയും കേരളത്തിലേക്ക് പല തിയേറ്ററുകളിലും ആളുകൾ എണീറ്റ് നിന്ന് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. കാര്യം അത്രമാത്രം പവിത്രമാണ് ഭാരതത്തിലെ സ്ത്രീകൾക്ക് താലിയും സിന്ദൂരപ്പൊട്ടും മംഗല്യപ്പൊട്ടും. ഞാൻ ഈ പശ്ചാത്തലം പറയാൻ കാരണം, ജന്മം കൊണ്ട് തന്നെ ഭീകരത കാണിക്കുന്ന, എപ്പോഴും ഭീകരതയിൽ മാത്രം ആറാടുന്ന ഒരു രാജ്യം, അവർക്ക് അത് മാത്രമേ അറിയാവൂ. 30 വർഷമായി ഭാരതത്തെ വല്ലാതെ അവർ വേട്ടയാടുന്നു. യുദ്ധങ്ങൾ നടത്തി, അത് വേറൊരു കഥ. സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ, വിഭജനം നടന്ന അന്ന് മുതൽ, ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും ഇന്ത്യയെന്നും വിഭജനം കിട്ടിയ അന്ന് മുതലേ അടിയാണവർ. പക്ഷെ കഴിഞ്ഞ 30 വർഷമായി തുടർച്ചയായ നിശ്ചിത ഇടവേളകളിൽ ഭാരതത്തെ ഉപദ്രവിക്കും. പുൽവാമയും ഉറിയും ബോംബെ ആക്രമണവും പാർലമെന്റ് ആക്രമണവും എല്ലാം അവർക്ക് വിനോദങ്ങളായിരുന്നു. അൽ-ഖ്വയ്ദ പോലുള്ള ഭീകരവാദികളെ വളർത്തിക്കൊണ്ട്, ഭീകരവാദ പ്രസ്ഥാനത്തിലും വളർത്തിക്കൊണ്ട് കാശ്മീരിന്റെ പേരിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുമായിരുന്നു. ബോംബെ എന്തിനാണ് ആക്രമിക്കുന്നത്? കാശ്മീരിനെ ബന്ധപ്പിടിച്ച്. ഡൽഹി പാർലമെന്റ് എന്തിനാണ് ആക്രമിക്കുന്നത്? അപ്പോൾ യാതൊരു ലക്ഷ്യബോധമില്ലാതാണ് ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത്. അരക്ഷിതത്വം ഭാരതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. പഹൽഗാമിൽ അവർ ചെയ്തത് എന്താണ്? ഭാരതത്തിൽ നിന്ന് പോയ, വിവിധ ഭാഗങ്ങളിൽ പോയ സ്ത്രീകൾ, സൈനികന്റെ ഭാര്യ അടക്കം പുരുഷന്മാരോട് കലീമ ചൊല്ലാൻ പറയുകയും പാൻറ്റും വസ്ത്രവും ഒക്കെ അഴിച്ച് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയും ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ അവർ ഹിന്ദുവാണെന്നറിഞ്ഞ് കൊല്ലുകയും, എന്നെ കൂടി കൊല്ലണമെന്ന് ആ സ്ത്രീകൾ പറഞ്ഞപ്പോൾ, ഭാര്യമാരും മക്കളും ഒക്കെ പറഞ്ഞപ്പോൾ, നിങ്ങൾ മോഡിയോട് ചെന്ന് പറഞ്ഞേക്കൂ, എന്നിട്ട് അവരുടെ മംഗല്യപ്പൊട്ടും സിന്ദൂരപ്പൊട്ടും അഴിച്ചു കളഞ്ഞു. ആ അഴിച്ചു കളഞ്ഞതിന്റെ ബാക്കി സിന്ദൂരവും മംഗല്യപ്പൊട്ടിന്റെ ബാക്കി കുങ്കുമവും സ്ത്രീകൾ ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. കൃത്യം 15-ാം ദിവസം, നമ്മൾ അങ്ങനെ പറയുമല്ലോ, മരണം നടന്ന 16 അടിയന്തരത്തിനാണല്ലോ ഇതുവരെ നമ്മൾ സമാധാനമായിരിക്കും. 16 അടിയന്തരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ 15 ദിവസത്തെ തയ്യാറെടുപ്പ് നടത്തി 16-ന് ആകുമ്പോൾ, 16-ലേക്ക് വെളുക്കുമ്പോൾ, പാകിസ്ഥാൻ അധീന കാശ്മീരിലെയും പഞ്ചാബിലെയും 9 ഇടങ്ങളെ, ഭീകരവാദികളുടെ താവളങ്ങളെ നാം തകർത്ത് തരിപ്പണമാക്കി. മൻസൂദിനെ പോലെയുള്ള വലിയ ഭീകരവാദികളുടെ താവളങ്ങൾ നമ്മൾ ഇല്ലാതാക്കി.